ഹായ്! തംബ്നെയിൽ കണ്ടിട്ട് ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ ആയി എന്ന് അറിയാൻ വന്നതാണോ നിങ്ങൾ? എങ്കിൽ എന്നെപ്പോലെ നിങ്ങളും പറ്റിക്കപ്പെട്ടു ഗൈസ്. എൻ്റെ കോണ്ടന്റ് ജുവൽ മേക്കിംഗ് ആണ്. അപ്പോൾ പിന്നെ ഒരു ഇയറിങ്സ് ഉണ്ടാക്കി എനിക്ക് പറയാനുള്ളതൊക്കെ പറയാമെന്ന് കരുതി. ഇയറിങ്സ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇത്ര ടൈമായിട്ട് ആരെങ്കിലും എൻ്റെ ബയോ കയറി ഒന്ന് ചെക്ക് ചെയ്തായിരുന്നോ? എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, വ്യൂസ് ഉണ്ടോ, ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും ഉണ്ടോയെന്ന്? ഇതാണ് ഗൈസ് നമ്മുടെ പ്രശ്നം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അത് ശരിയാണോ തെറ്റാണോ ഒന്നും ചെയ്യാതെ നമ്മളത് ട്രൈ ചെയ്ത് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ വിഷമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് വ്യൂസിനോ സബ്സ്ക്രൈബേഴ്സിനോ വേണ്ടിയല്ല. എനിക്ക് ആകെപ്പാടെ 10-20 വ്യൂസ് ഒക്കെ കിട്ടാറുള്ളൂ. മതി. ആ 10-20 പേർക്കെങ്കിലും ഇത് തലയിൽ കയറിയാൽ എനിക്ക് അത്രയും സന്തോഷം. നമ്മുടെ വീഡിയോ എങ്ങനെ 1 മില്യൺ വ്യൂസ് ആക്കാം, മോണിറ്റൈസേഷൻ കിട്ടും, അങ്ങനെയുള്ള വീഡിയോ കണ്ട് അവസാനം എൻ്റെ യൂട്യൂബ് ചാനൽ വരെ ഞാൻ ഡിലീറ്റ് ആക്കി. എന്താ പറയുക, മണ്ടത്തനം. കാരണം ഓരോ വീഡിയോ കണ്ടിട്ടും ഞാൻ അവർ പറയുന്നതെല്ലാം ട്രൈ ഔട്ട് ചെയ്യും. പക്ഷേ എനിക്ക് റീച്ചും കയറുന്നില്ല, എനിക്ക് വ്യൂസും കയറുന്നില്ല, ലൈക്കും കയറുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വരെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ആർക്കും ഇങ്ങനെ അബദ്ധം പറ്റരുത്. ആരും ഈ മണ്ടത്തനങ്ങൾ ചെയ്യരുത്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ. യൂട്യൂബ് അൽഗോരിതത്തിൽ പോലും ഇല്ലാത്ത കുറേ ടോപ്പിക്സ് ആണ് ചില യൂട്യൂബേഴ്സ് പറയുന്നത്. എല്ലാത്തിനും കൂട്ടുപിടിക്കുന്ന ChatGPT-യോട് ഞാൻ ഇതിന്റെ കാര്യം ചോദിക്കാനായിട്ട് ആദ്യം മറന്നുപോയി. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ചാനൽ കളയേണ്ടി വന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, നീ ഉള്ള ഈ വീഡിയോസ് കണ്ട് നീ അവരുടെ ബയോയിൽ കയറി നോക്കിയിട്ടുണ്ടോ? അവർ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അവരുടെ എല്ലാ വീഡിയോസിനും മില്യൺ കണക്കിന് വ്യൂസും മില്യൺ കണക്കിന് ലൈക്സും ഒക്കെ കിട്ടണ്ടേ? ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ബയോയിൽ കയറി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ടോപ്പിക്സ് തംബ്നെയിലിൽ ഇട്ടിട്ട് അതിന് വ്യൂസ് ഉണ്ട്, അവരല്ലാതെ ചെയ്യുന്നതിനൊന്നും വ്യൂസ് ഇല്ല. ശരിയാ. പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്നവർക്കും യൂട്യൂബിൽ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ബാക്ക്വേർഡ് അടിച്ചോ അല്ലെങ്കിൽ നിരാശപ്പെട്ടോ എന്നെപ്പോലെ മണ്ടത്തനം കാണിച്ച് യൂട്യൂബ് കളഞ്ഞിട്ടോ ഇരിക്കരുത്. ശരിക്കും ഈ വ്യൂസ് കയറുന്നത് നമ്മളിടുന്ന ഷോർട്സ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ 3 സെക്കൻഡ് നമുക്ക് വ്യൂവേഴ്സിനെ പിടിച്ചിരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മളിടുന്ന എന്തായാലും അതങ്ങ് റീച്ച് ആവും. നമ്മുടെ കോണ്ടന്റ് ബേസ് ചെയ്തിരിക്കും നമ്മുടെ വ്യൂസ്. ചില യൂട്യൂബേഴ്സ് പറയും വീഡിയോ റീച്ച് കയറിയില്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന്. ചിലർ പറയും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഡിലീറ്റ് ചെയ്തത് കൊണ്ടോ ചെയ്യാത്തത് കൊണ്ടോ ഒരു പ്രശ്നവും വരാറില്ല. ഡിലീറ്റ് ചെയ്തെന്നും പറഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അത് റീച്ച് കയറണമെന്നുമില്ല, റീച്ച് കയറാതിരിക്കണമെന്നും. ഈ മോണിറ്റൈസേഷൻ കിട്ടിയ ആൾക്കാരൊക്കെ ഒരു വീഡിയോ കൊണ്ടോ 2 വീഡിയോ കൊണ്ടോ ഉണ്ടാക്കിയെടുത്തതല്ല. ഡെയിലി വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇടാതെ ഇരിക്കുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ഇട്ടിട്ട് വരുമ്പോഴേ നമുക്ക് കോണ്ടന്റ് ആയാലും നമ്മുടെ സംസാരമായാലും എല്ലാം നമുക്ക് പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മുടെ വീഡിയോസും നമ്മുടെ ഷോർട്സും ഒക്കെ താനേ റീച്ച് ആയിക്കോളും. എൻ്റെ ഇയറിങ്സ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.